മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ പ്രഭാതത്തിൽ 2 ദിനവൃത്താന്തം 25:8 നമുക്ക് ചിന്തിക്കാം. 2 Chronicle chapter 25 verse 8. ഇവർ യുദ്ധത്തിൽ നിനക്ക് ശക്തി പകരുമെന്ന് നീ കരുതുന്നെങ്കിൽ ദൈവം ശത്രുവിന്റെ മുൻപിൽ നിന്നെ വീഴ്ത്തും. സഹായിക്കാനും പരിത്യജിക്കാനും ദൈവത്തിന് കഴിയും. യഹൂദ രാജാവായ അമസ്യാവ് ദൈവഹിതത്തിന് അനുരൂപരായി ജീവിച്ചു. ദൈവകൃപയും രാജാവിനുണ്ടായിരുന്നു. അക്കാലത്ത് എദോമ്യരുമായി യുദ്ധമുണ്ടായി. സ്വന്തം പട്ടാളം മാത്രം പോരാ എന്ന് കരുതി വടക്കേ രാജ്യമായ ഇസ്രായേലിലെ പട്ടാളത്തെ സഹായത്തിനായി ക്ഷണിച്ചു. ഈ പ്രവൃത്തി ദൈവത്തിന് ഇഷ്ടമായില്ല. ഒരു ദൈവപുരുഷൻ അവിടെ കടന്നു വന്ന് രാജാവിന്റെ പ്രവൃത്തി തെറ്റാണെന്നും ദൈവഹിതത്തിന് വിപരീതമാണെന്നും അറിയിച്ചു. അമസ്യാവ് ദൈവപുരുഷന്റെ വാക്ക് അനുസരിച്ചു. ഇസ്രായേൽ പട്ടാളത്തെ മടക്കി അയച്ചു. സ്വന്തം സൈന്യവുമായി ചെന്ന് യുദ്ധം ചെയ്ത് വിജയിച്ചു. ദൈവമക്കൾ ദൈവമില്ലാത്തവരുടെ സഹായം തേടുവാൻ വൈഷമ്യങ്ങൾ വർദ്ധിക്കുമ്പോൾ പരീക്ഷിക്കപ്പെട്ടേക്കാം. അവരുടെ സഹായം സ്വീകരിച്ചാൽ നമ്മൾ പരാജയപ്പെടും. ദൈവത്തിന് ആശ്രയിച്ച് ധീരമായി ചില കായ്വെയ്പ്പുകൾ നടത്തിയവർ പിൽക്കാലത്ത് മറ്റുള്ളവരുടെ സഹായം തേടരുതെന്നാണ് അമസ്യാവോട് ദൈവം പറഞ്ഞതിന്റെ അർത്ഥം. ആൾസ്വാധീനമോ ധനസമൃദ്ധിയോ ഉള്ളവരെ ആകർഷിച്ച് അവരുടെ സഹായം കൊണ്ട് കാര്യം അനായാസമായി സാധിക്കാം എന്ന് ചിന്തിക്കുന്നത് ബുദ്ധിശൂന്യതയാണ്. ദൈവം ശക്തനാണ്. ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവം തക്ക സമയം സഹായിക്കുമെന്ന് നാം പൂർണ്ണമായും വിശ്വസിക്കുന്നു. സഹായിക്കാൻ ദൈവം ശക്തനാണ് എന്ന് വിശ്വസിച്ച് ദൈവത്തിൽ മാത്രം ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മെ കൈവിടുകയില്ല. ദൈവമക്കൾ ദൈവമില്ലാത്തവരുടെ സഹായം തേടിയാൽ അത് ദോഷത്തിന് മാത്രമേ കാരണമാകൂ. അതെ, ദൈവത്തോട് ചേർന്ന് ജീവിത പോരാട്ടം ആരംഭിച്ചവർ ഇടയ്ക്ക് വെച്ച് മനുഷ്യ സഹായം തേടരുത് എന്ന ചിന്തയാണ് ഇന്ന് ഈ തിരുവചനം നമുക്ക് നൽകുന്നത്. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.